നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തി പുതുച്ചേരി. 89.87% പോളിംഗ്. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചതോടെ സ്ഥാനാർത്ഥി ചിത്രമായി 4834 പേരാണ് മത്സര രംഗത്തുള്ളത്. TVK അധ്യക്ഷൻ വിജയ് ഇന്ന് ശിവഗംഗ ജില്ലയിലെ കാരാക്കുടിയിൽ പ്രചരണം നടത്തും. മനീഷ് മൂർത്തിയുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ഈ പുതുച്ചേരിയിൽ ഉള്ള പോളിംഗ് ശതമാനം അത് ഞെട്ടിപ്പിക്കുന്നത് 89.87% എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ അംഗം മുറുകുകയാണ് അല്ലേ? അനൂപ്, കൃഷ്ണ, വലിയ പോളിംഗ് തന്നെയാണ്. അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലം മുതലുള്ള വലിയ പോളിംഗ് തന്നെയാണ് എന്തായാലും പുതുച്ചേരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2006 രേഖപ്പെടുത്തിയ 55.67 ഇതുവരെയുള്ള പുതുച്ചേരിയിലെ പോളിംഗ് ശതമാനം എന്നത് ഉയർന്ന പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. അതിപ്പോൾ 89.87 ഉയർന്നിരിക്കുന്നത്. വലിയ പ്രതീക്ഷ മുന്നണികൾക്കും അതുപോലെ തന്നെ അവിടെ പാർട്ടികൾ TVK ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കും ഒക്കെ നൽകുന്നതാണ് ഈ ഒരു പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. വലിയ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. TVKയുടെ അധ്യക്ഷൻ വിജയ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പോളിംഗ് ശതമാനം എല്ലാം തങ്ങൾക്ക് അനുകൂലമായി വരും എന്ന് ഇന്നലെ തന്നെ എക്സലും ഒക്കെ കുറിക്കുന്ന ഒരു നിലയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പുതുച്ചേരി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. 30 മണ്ഡലങ്ങളിലായി 294 സ്ഥാനാർത്ഥികളാണ് എന്തായാലും ജനവിധി തേടിയത് പുതുച്ചേരിയിൽ. തമിഴ്നാട്ടിലേക്ക് വന്നാൽ തമിഴ്നാട് വലിയ തോതിലുള്ള പ്രചാരണം എല്ലാ ആളുകളും നടത്തിയിരുന്നു. ഇന്നലെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതിയായിരുന്നു. ആ ഒരു പത്രിക പിൻവലിക്കുമ്പോഴേക്കും ഏകദേശം ഒരു ചിത്രമായിരിക്കുന്നു, കൃത്യമായ ചിത്രം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. തമിഴ്നാട് സ്ഥാനാർത്ഥികളുണ്ട് 4834 പേരാണ് മത്സരരംഗത്ത് ഉള്ളത്. 7599 പേർ പത്രിക സമർപ്പിച്ചു. ഇതിൽ 305 പേർ പിൻവലിച്ചു. 2460 പത്രികകൾ തള്ളുന്ന ഒരു നിലയുണ്ട്. പ്രചാരണത്തിൽ എല്ലാവരും തന്നെ വളരെ സജീവമായി തന്നെ രംഗത്തിറങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയ് ഇനി അടുത്ത 3 ദിവസങ്ങളിൽ തുടർച്ചയായി പ്രചാരണത്തിന് ഇറങ്ങുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് പലയിടങ്ങളിലും ഇപ്പോൾ വിജയ് പ്രചാരണം നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുനെൽവേലിയിൽ നടത്തിയതും തൂത്തുക്കുടിയാണെങ്കിലും ഒക്കെ നടത്തിയതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി മേടിച്ചുകൊണ്ട് വാങ്ങിക്കൊണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ 12 മുതൽ 2:30 വരെയാണ് ഇന്നിപ്പോൾ വിജയുടെ റാലിക്ക്, അത് ശിവഗംഗയിലാണ് അതിനുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നത്. 12 മണി മുതൽ 2:30 മണി വരെയുള്ള ഒരു സമയം. നാളെ വിഴിപ്പുരത്തും അതുപോലെ തന്നെ കടലൂരുമാണ് റാലി നടത്തുക. അതിനുശേഷം 13-ാം തീയതി കന്യാകുമാരിയിൽ ഉള്ള പരിപാടിക്ക് വലിയ റെസ്ട്രിക്ഷൻ എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. കന്യാകുമാരി കോളേജ് ഗ്രൗണ്ടിലാണ് പരിപാടി നടത്തേണ്ടത്. അത് മാത്രമല്ല 5000 പേർക്ക് മാത്രമേ അവിടെ അനുമതി നൽകാവൂ എന്നുള്ളൊരു നിബന്ധനയും വെച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് എന്തായാലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ റെക്കോർഡ് പോളിംഗ് ആണ് ഇന്നലെ നടന്നത്. അതുകൊണ്ട് തന്നെ പുതുച്ചേരിക്കാർ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഓസിഡുവിലാണ് ഏറ്റവും അധികം പോളിംഗ്, ഏറ്റവും കുറഞ്ഞ പോളിംഗ് മാഹിയിലുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.